हेलो एंड वेलकम बैक। आप सबका एक बार फिर हार्दिक स्वागत है। आज हम आस्वादन करने जा रहे हैं एक काफ़ी इंटरेस्टिंग वन एक्ट प्ले, मातृभूमि का मान। हरिकृष्ण प्रेमी जी की यह एकांकी काफ़ी इंटरेस्टिंग है, लेकिन पात्रों के नाम सुनने पर शायद आपको क्लिष्ट लगे, क्योंकि कथा ऐतिहासिक है, हिस्टोरिक स्टोरी है, 14वीं सेंचुरी से संबंधित है। तो 21वीं सेंचुरी में जीने वाले हम लोगों को शायद डिफ़िकल्ट लगे, इसलिए हमारी भरसक कोशिश रहेगी कि सरल से सरल तरीके से आप लोगों को समझाएं। जो श्रोतागण मात्र हिंदी जानते हों कृपया क्षमा करें। इस वीडियो में हिंदी और मलयालम का प्रयोग किया जाएगा ताकि केरल के छात्र इसे भली भांति अपनी मातृभाषा में समझ सकें। तो एकांकी की पृष्ठभूमि राजस्थान से जुड़ा है। ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി ആയിട്ട് റിലേറ്റഡ് ആണ്. 14th സെഞ്ച്വറിയിലെ രാജസ്ഥാൻ, അതാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട്. അതിൻ്റെ ആ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറി അവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. രാജസ്ഥാൻ, ആസ് യു നോ, ഇസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ പാലസസ്, beautiful forts, architecture, mural paintings and of course the Rajputs. तो यहाँ भी दो राजपूत रूलर्स से जुड़ी है यह कथा. Rajputs, as you know, are the bravest of the brave, who have intense pride in their origin and ancestry, who have intense loyalty to their clan, जिनकी वफादारी की सराहना ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ने भी किया है. അത്രയ്ക്കായിരുന്നു രാജ്പൂത്സിൻ്റെ ഒരു ബ്രേവറിയും ഒരു ലോയൽറ്റിയും. അവരവരുടെ ക്ലാനിനോട്, അവരുടെ ഡൈനാസ്റ്റിയോട് വളരെ ലോയലായിരുന്നു. അങ്ങനത്തെ ഒരു ബ്ലഡാണ് അവർ. ബ്രേവസ്റ്റ് ഓഫ് ദ ബ്രേവ് എന്നാണ് അറിയപ്പെടുന്നത് രാജ്പൂത്സ്. ഇവൻ പിൻകാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ രാജ്പൂത്ത് വാരിയേഴ്സിൻ്റെ, അവരുടെ സൈന്യത്തിലുള്ള രാജ്പൂത്സിൻ്റെ ആ ഒരു ശൗര്യവും അവരുടെ ഒരു ലോയൽറ്റിയെ പറ്റി വർണ്ണിക്കുകയുണ്ടായി. രാജ്പൂത്ത് വേർഡ് മീനിങ് തന്നെ സൺ ഓഫ് എ കിങ് എന്നാണ്. സാൻസ്ക്രിത് വേർഡ് രജപുത്രയിൽ നിന്നാണ് രാജ്പുത്ത് എന്ന് ഉണ്ടായത്. അവർ ബേസിക്കലി ക്ഷത്രിയ വംശജരായിരുന്നു, ക്ഷത്രിയ പിൻഗാമികളാണ്. എന്ന് വെച്ചാൽ അവർ ക്ഷത്രിയർ മീൻസ് ദേ ആർ ബോൺ വാരിയേഴ്സ്, ദേ ആർ സപ്പോസ് ടു ബി ഫൈറ്റേഴ്സ്, സോ വി കോൾ ദം വാരിയേഴ്സ്. അവരുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അതായിരുന്നു. ദേ വർ ബ്രേവ് വാരിയേഴ്സ്, പ്രൈഡ് ഓഫ് ബ്ലഡ്, ലോയൽ ടു ദെയർ ക്ലാൻ, ഫിയർലെസ്. ഇതാണ് രാജ്പൂത്സ്. ഈവൻ രാജ്പൂത്ത് വിമൻ ആർ ബ്രേവ് ആൻഡ് ഫിയർലെസ്. ദേ ഹാഡ് ഗ്രേറ്റ് റിഗാർഡ് ഫോർ ദെയർ ഓണർ. ദേ പ്രാക്ടീസ്ഡ് ജോഹർ. ജോഹർ അറിയാവോ നിങ്ങൾക്ക്? ദ ആക്ട് ഓഫ് വോളണ്ടറിലി ജമ്പിങ് ഇൻ ടു എ ലിറ്റ് ഫയർ ടു എൻഡ് ദെയർ ലൈവ്സ് ബിഫോർ ബീങ് ക്യാപ്ചേർഡ് ബൈ ദ എനിമീസ്. ശത്രുക്കളുടെ മുമ്പിൽ കീഴടങ്ങുന്നേക്കാളും രാജ്പൂത് സ്ത്രീകൾ കൂട്ടത്തോടെ തീയിൽ ചാടുമായിരുന്നു, അല്ലെങ്കിൽ വലിയ കിണറ്റി ചാടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ബ്രേവ് ഒരു വംശജരായിരുന്നു രാജ്പൂത്സ്. രാജ്പൂത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കൊട്ടാരത്തിലെ റാണിമാർ, സ്ത്രീകൾ എല്ലാവരും അവരെ ആശീർവദിക്കും. വിജയശ്രീലാളിതരായി വരാൻ അനുഗ്രഹിച്ചാണ് വിടുന്നത്, അല്ലാതെ പേടിച്ച് അയ്യോ യുദ്ധത്തിന് പോവാണോ അങ്ങനെയൊന്നും. അവർ വളരെ ഫിയർലെസ് ആയിരുന്നു. ഇവിടെ ഈ വൺ ആക്ട് പ്ലേ മാതൃഭൂമി കാ മാനിലെ മെയിൻ ക്യാരക്ടർ മഹാറാണ ലാഖ. ये मेवाड़ के शासक थे. മേവാർ അല്ലെങ്കിൽ മേവാഡ് അവിടുത്തെ റൂളറായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇത് 14th സെഞ്ച്വറിയിലെ കാര്യമാണ്. ബിഫോർ ദ ബ്രിട്ടീഷ് ഇൻവേഡഡ് ഇന്ത്യ, ഈവൻ ബിഫോർ ദ മുഗൾസ് ഓർ ദ ടർക്സ് ഓർ ദ അഫ്ഗാൻസ് ഇൻവേറ്റഡ് ഇന്ത്യ, അതിനു മുമ്പുള്ളൊരു കഥയാണ്. അപ്പോൾ ഈ മഹാറാണ ലാഖ സിസോദിയ ഡൈനാസ്റ്റിയിൽ പെട്ട ആളായിരുന്നു. അപ്പോൾ ഈ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ലൈനേജ്, ക്ലാൻ എന്ന് പറയും. രാജസ്ഥാനിൽ ഒരുപാട് ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ ഒരുപാട് ചെറിയ ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡൈനാസ്റ്റീസ് ഉണ്ടായിരുന്നു. അതിൽ ചില പവർഫുൾ ക്ലാൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നാണ് സിസോദിയ. ഓക്കെ, അപ്പം യു ജസ്റ്റ് മെമ്മറൈസ് ദിസ് വേർഡ് സിസോദിയ. സിസോദിയ ക്ലാനിലെ പെട്ട ഒരു രാജാവായിരുന്നു മഹാറാണ ലാഖ.
അയാളുടെ ഏരിയ ഏതായിരുന്നു? മേവാഡായിരുന്നു. സോ ഹി വാസ് ദ റൂളർ ഓഫ് മേവാड़. तो ये महाराणा लाखा मेवाड़ के शासक थे, वीर और पराक्रमी थे. तो उस समय क्या था, विदेशी आक्रमण का डर हमेशा बना रहता था. എപ്പോഴും ഒരു വിദേശി ആക്രമണം ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ദീസ് ക്ലാൻസ് ഓർ പ്രിൻസ്ലി പ്രൊവിൻസസ് were constantly invaded by the Turks, the Arabs and the Mughals. Though these clans fought bravely, their small army could not resist or withstand the attacks of the mighty invaders. तो इसलिए क्या था, महाराणा लाखा की इच्छा थी कि छोटे छोटे राज्यों को मिलाकर एक बड़ी शक्ति बना दी जाए ताकि विदेशी आक्रमण से टक्कर ले सके. അപ്പോൾ അറബ്സ്, മുഗൾസ്, ടർക്സ് ഇവരൊക്കെ നിരന്തരം ഇവരെ ആക്രമിക്കുമായിരുന്നു. അതുകൊണ്ട് മഹാരാണ ലാഖയുടെ ഒരു ആഗ്രഹമായിരുന്നു. അദ്ദേഹം സ്വയം സിസോദിയ വംശജനായിരുന്നു, മേവാഡിലെ റൂളറായിരുന്നു. അപ്പോൾ അയാൾ പവർഫുള്ളായിരുന്നു. പക്ഷേ അയാളുടെ ഒരു ആഗ്രഹം അടുത്തുള്ള കുറേ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും കൂടെ അയാളുടെ കൂട്ടത്തിൽ ചേർത്താൽ, അയാളുടെ അധീനതയിലാക്കിയാൽ അയാൾ ഒരു പവർഫുൾ എൻറ്റിറ്റി ആയിട്ട് മാറും. ബേസിക് കോൺസെപ്റ്റ് എന്താണ്? യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. ആ ഒരു ഉദ്ദേശത്തോടു കൂടി മഹാരാണ ലാഖ, ദാറ്റ് ഈസ് മേവാറിലെ രാജ്പുത് റൂളർ, തൻ്റെ ബുദ്ധിമാനും ശക്തിശാലിയുമായ സേനാപതി അഭയ് സിംഗിനെ ബൂന്തി രാജ്യത്തിലേക്ക് അയക്കുകയാണ്. സോ അഭയ് സിംഗ് ഇസ് ദ നെക്സ്റ്റ് ക്യാരക്ടർ ഇൻ ദിസ് വൺ ആക്ട് പ്ലേ. അഭയ് സിംഗ് ബൂന്തി രാജാവിൻ്റെ പക്കൽ മഹാരാണ ലാഖയുടെ മെസ്സേജുമായിട്ടാണ് പോകുന്നത്. അതാണ് ഈ വൺ ആക്ട് പ്ലേയുടെ ഓപ്പണിംഗ് സീൻ. ക്യാരക്ടേഴ്സ് തമ്മിൽ കൺഫ്യൂസ് ആകരുത്. കൺഫ്യൂഷൻ ഉണ്ടാകാം, കാരണം ഈ പേരുകളൊന്നും നമുക്കത്ര പരിചിതമല്ല. അല്പം എഫേർട്ട് എടുത്താൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മേവാഡിലെ റൂളർ മഹാരാണ ലാഖ തൻ്റെ സേനാപതി അഭയ് സിംഗിനെ ബൂന്തിയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ബൂന്തി ഭരിച്ചിരുന്നത് റാവ് ഹേമുവാണ്. അടുത്ത ക്യാരക്ടർ. ബൂന്തി ഭരിച്ചിരുന്നത് റാവ് ഹേമുവാണ്. इवन ही वॉज अ राजपूत रूलर, वो भी वीर, स्वाभिमानी और शक्तिशाली था. ബൂന്തിയിലെ വംശജരെ ഹാഡ വംശ് അല്ലെങ്കിൽ ഹാഡ ഡൈനാസ്റ്റി എന്ന് വിളിക്കും. മഹാരാണ ലാഖ സിസോദിയ ഡൈനാസ്റ്റിയാണ്, കൺഫ്യൂസ് ആവരുത്. രാവഹേമു ഹാഡ ഡൈനാസ്റ്റി. ओके, तो हम एकांकी के प्रथम दृश्य की ओर चलते हैं. तो ഈ ഒരു ഏകാംഗിയാണ്. അപ്പോൾ നാച്ചുറലി വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു ഡ്രാമയ്ക്ക് വേണ്ട പോലത്തെ ഒരു സ്റ്റേജ് സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേജായിട്ട് സങ്കല്പിക്കേണ്ടത് ബൂന്തി ഗഡാണ്. ഗഡ് മീൻസ് ഫോർട്ട്. അപ്പോൾ ഒരു കോട്ടയാണ്, ബൂന്തിയിലെ കോട്ടയാണ്. അപ്പോൾ ബൂന്തിയിലെ ശാസക്കാരാണ് റാവ് ഹേമു. അവിടെ ആരെത്തിയിരിക്കുന്നു? അവിടെ മേവാഡിൽ നിന്ന് അവിടുത്തെ സേനാപതി അഭയ് സിംഗ് എത്തിയിരിക്കുകയാണ്. അഭയ് സിംഗും റാവ് ഹേമുവും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ ഓപ്പണിംഗ് സീൻ. ഓക്കെ, അപ്പോൾ ഇൻട്രോ ഇത്രയും മതി എന്ന് തോന്നുന്നു. നമുക്കിനി നേരെ വൺ ആക്ട് പ്ലേക്ക് പോകാം. നമുക്ക് നോക്കാം എന്താണ് ഇവരുടെ ഒരു സംസാര വിഷയം. മേവാഡിൽ നിന്ന് വന്ന അഭയ് സിംഗ് വളരെ ആദരവോടുകൂടി, കാരണം അദ്ദേഹം ഒരു മെസ്സഞ്ചറാണ്, തൻ്റെ കിങ്ങിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അയാൾ വളരെ ആദരവോടെ പറയാണ്, മഹാറാവ് സിസോദിയ വംശ് ഹാഡാവോं को आदर और स्नेह की दृष्टि से देखता है. മഹാറാവ് മീൻസ് മഹാരാജ്, അവരുടെ ഒരു സ്റ്റൈലാണ് മഹാറാവ്. സിസോദിയ വംശ് ഹാഡാവോं को आदर और स्नेह की दृष्टि से देखता है. അഭയ് സിംഗ് വളരെ ക്ലെവറായിട്ടുള്ള ഒരു സേനാപതിയാണ്. അപ്പോൾ അയാൾ തൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ആമുഖമായിട്ട് പറയുകയാണ്, സിസോദിയ വംശ് എന്നുവെച്ചാൽ മേവാഡിലെ ആൾക്കാർ ഹാഡാവോं को आदर और स्नेह की दृष्टि से देखता है. അവരുടെ മനസ്സിൽ ഹാഡ ആൾക്കാരെ പറ്റിയുള്ള ഒരു മതിപ്പുണ്ട്, വളരെ ബഹുമാനമാണ് സിസോദിയ വംശജർക്ക് ഹാഡ. എന്നുവെച്ചാൽ നമ്മൾ തമ്മിൽ ബ്രദർലി റിലേഷൻഷിപ്പാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. തബ് റാവ് ഹേമു ആരാണ്? ബൂന്തിയിലെ റൂളറാണ്. അയാൾ ഏത് വംശമാണ്? ഹാഡ വംശ്. അപ്പം റാവ് ഹേമു പറയും, तो फिर आप बूंदी को मेवाड़ की अधीनता स्वीकार करने की आज्ञा लेकर क्यों आए हैं? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ബൂന്തി
എന്നുവെച്ചാൽ എൻ്റെ രാജ്യം മേവാടിൻ്റെ അധീനത മീൻസ് അടിമപ്പെടുക, നിങ്ങൾക്ക് വിധേയമാകുക, അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്നത്? നിങ്ങൾക്ക് ഞങ്ങളോട്, ഹാഡ വംശജരോട് വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്, സാഹോദര്യമാണ് എന്നൊക്കെ പറയുന്നല്ലോ. അപ്പം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നത്? तो फिर आप बूंदी को मेवाड़ की अधीनता स्वीकार करने की आज्ञा लेकर क्यों आए हैं? आज्ञा मीन्स ഓർഡർ. എന്തിനാണ് ഇങ്ങനെ ഒരു ഭീഷണിയായിട്ട്, ഞങ്ങൾ നിങ്ങളുടെ അധീനതയിൽ, നിങ്ങളുടെ അണ്ടറിൽ, നിങ്ങളെ കീഴ്പ്പെടണം, നിങ്ങളുടെ ആധിപത്യം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത്? അഭയ് സിംഗ് ബോൾത്താ ഹെ മഹാരാവ്. അപ്പം അഭയ് സിംഗ് പറയാണ്, महाराव, हम राजपूतों का छिन्न भिन्न असंगठित शक्ति विदेशियों का किस प्रकार सामना कर सकती है? इस बात की अत्यंत आवश्यकता है कि हम अपनी शक्ति एक केंद्र के अधीन रखें. देखिए, അഭയ് സിംഗ് വളരെ കുശലനായ ഒരു സേനാപതിയായിരുന്നു, വളരെ ക്ലെവറായിരുന്നു. അപ്പോൾ അയാൾ എന്താണ്, വളരെ മയത്തോടെ കാര്യം അവതരിപ്പിക്കുകയാണ്. ഹം രാജ്പൂത്തോं का ഛിന്ന ഭിന്ന അസംഘടിത് ശക്തി. നമ്മൾ അസംഘടിതാണ്, വി ആർ നോട്ട് ഓർഗനൈസ്ഡ്. നമ്മൾ പല സ്ഥലത്തും പല പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അവരവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ഭരിക്കുകയാണ്. तो हम വിദേശിയോं का सामना किस प्रकार कर सकते हैं? ഒരു ഫോറിൻ ഇൻവേഡർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ, നമ്മളെല്ലാവരും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ ഭരിച്ചിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അവരെ നേരിടാൻ പറ്റും? हम किस प्रकार उनका सामना कर सकते हैं? इस बात की अत्यंत आवश्यकता है कि हम अपनी शक्ति एक केंद्र के अधीन रखें. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ആവശ്യം എന്താണ്? നമ്മൾ രാജ്പൂത്സ് എല്ലാം, ഈ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എല്ലാം ഏക് ശക്തിക്ക് കേന്ദ്ര അധീൻ രഹേ. ഏതെങ്കിലും ഒരു രാജ്പൂത് കേന്ദ്രയിലേക്ക് നമ്മൾ അധീനതയിൽപ്പെടുക എന്ന് വെച്ചാൽ അവരുടെ ഒരു അണ്ടറിലായിട്ട് ഒരു യൂണിറ്റായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വിദേശ ശക്തികൾ വരുമ്പം, ആക്രമിക്കുമ്പോൾ നമുക്കതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടിരിക്കുമ്പോൾ നമുക്കവരെ നേരിടാൻ പറ്റില്ല. ഓർ വഹ കേന്ദ്ര ഹെ ചിത്തോഡ്. അപ്പം രാവഹേമു വളരെ കോപത്തോടെ ചോദിക്കും, അപ്പം ആ ഒരു ശക്തി കേന്ദ്ര നിങ്ങളുടെ രാജ്യം ഇല്ലേ, ചിത്തോടിന് അടിമപ്പെടണം ഇല്ലേ ഞങ്ങൾ? इसमें भी कोई संदेह है महाराव? चित्तौड़ का गत गौरव फिर लौटा है. जो राजवंश पहले मेवाड़ के अधीन थे, महाराणा लाखा चाहते हैं आज भी उसी तरह रहें. बूंदी राज्य भी सदा से मेवाड़ के आश्रित रहा. എന്നുവെച്ചാൽ അതിലിപ്പം വല്ല അതിശയമുണ്ടോ മഹാരാജാവേ? ചിത്തോട് ഒരു പവർഫുൾ എൻറ്റിറ്റിയാണ്. ചിത്തോട് കാ ഗത ഗൗരവ്, ഗത മീൻസ് പാസ്റ്റ്, ബീതാ ഹുവ, പഴയ ആ ഒരു പ്രതാപമെല്ലാം ചിത്തോട് ഇപ്പം വീണ്ടെടുക്കുകയാണ്. ജോ രാജവംശ് പെഹലെ മേവാड़ के अधीन थे, മഹാറാണ ലാഖ ചാത്തെ ഹെ ആജ് ഭി ഉസി തര രഹേ. പണ്ട് ചിത്തോടിൻ്റെ അധീനതയിൽപ്പെട്ട പല പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ബൂന്തി അതുപോലെയായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ രാജാവ് ആഗ്രഹിക്കുന്നത് അന്ന് അധീനതയിൽപ്പെട്ട എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സും ഒരിക്കൽ കൂടി ചിത്തോടിൻ്റെ അധീനതയിൽ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. ബൂന്തി രാജ്യ ഭി സദാസെ മേവാഡ് കെ ആശ്രിത് രഹ്യ. കംപ്ലീറ്റ് ആക്കത്തില്ല. നിങ്ങളുടെ ഈ രാജ്യം ബൂന്തിയും എക്കാലവും ചിത്തോടിൻ്റെ അണ്ടറിലായിരുന്നു. बूंदी राज्य सदा से मेवाड़ के आश्रित, यह तुम क्या कहते हो अभय सिंह जी? हाड़ा वंश किसी की गुलामी स्वीकार नहीं करेगा, चाहे वह विदेशी शक्ति हो, चाहे वह मेवाड़ का महाराणा हो. അപ്പോൾ ഇത് കേട്ടിട്ട് രാവഹേമുന് അങ്ങ് ദേഷ്യം വരും. ബൂന്തി രാജ്യ സദാസെ മേവാഡ് കെ ആശ്രിത്. നീ എന്താണ് ഈ പറയുന്നത്? ബൂന്തി രാജ്യ എക്കാലവും മേവാഡിനെ ആശ്രയിച്ച് ജീവിച്ചെന്നോ? ഒരിക്കലും ഇല്ല. യ തും ക്യാ കേത്തെ ഹോ അഭയ് സിംഗ് ജി? ഹാഡാ വംശ് കിസി കി ഗുലാമി സ്വീകാർ നഹീ കരേഗ. ഞങ്ങൾ ഹാഡാ വംശജർ, ഞങ്ങൾ ആരുടെയും ഒരു അധീനതയിലിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗുലാമി മീൻസ് സ്ലേവറി. ഞങ്ങൾ ആരുടെയും അധീനതയിലിരിക്കാൻ, ആരുടെയും ഗുലാമാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ചാഹേ വഹ വിദേശി ശക്തി ഹോ,
चाहे वह मेवाड़ का മഹാറാണ ഹോ. ഇനിയും വിദേശികളായാലും മേവാടായാലും ആരുടെയും ഒരു ഗുലാമായിട്ടിരിക്കാൻ ഹാഡ വംശജരെ കിട്ടൂല. महाराव, आज राजपूतों को एक सूत्र में गूंथे जाने की बड़ी आवश्यकता है और जो व्यक्ति यह माला तैयार करने की ताकत रखता है वह है महाराणा ലാഖ. അപ്പോൾ അഭയ് സിംഗ് പല അടവുകളും പയറ്റി പല രീതിയിൽ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. महाराव, आज राजपूतों को एक सूत्र में गूंथे जाने की बड़ी आवश्यकता है. മഹാരാജാവേ, ഇന്ന് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്? രാജ്പൂത്തുകളായ നമ്മളെല്ലാവരും ഏക് സൂത്രമേ ഗൂന്ധേ ജാനേക്ക് ആവശ്യകത ഹെ. നമ്മളെല്ലാവരും യുണൈറ്റഡായിട്ട് ഒരു മാലയുടെ മുത്തുകൾ പോലെ ഒരുമിച്ച് കോർത്തിങ്ങനെ ഇണങ്ങിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം അത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കങ്ങനെ ചെയ്തേ പറ്റൂ. और जो व्यक्ति यह माला तैयार करने की ताकत रखता है वह है महाराणा ലാഖ. അതുപോലെ ഈ രാജ്പൂത്ത് വംശജരെ എല്ലാം എല്ലാ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും എല്ലാ ഡൈനാസ്റ്റീസിനെയും ചേർത്തിണക്കാൻ വെക്കാൻ പറ്റിയ ഒരു ശക്തിശാലിയായിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ രാജാവ്. ആരാണ്? മഹാരാണ ലാഖ. താക്കത്ത് की बात छोड़ो अभय सिंह, प्रत्येक राजपूत को अपनी ताकत पर नाज है. അപ്പം രാവഹേമുനും ദേഷ്യം വരും. അയാൾ പറയും, അഭയ് സിംഗ്, താക്കത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ധൈര്യം, വീരത ഇതെല്ലാം എല്ലാ രാജ്പൂത്തിനും ഒരേപോലെ ഉണ്ട്. प्रत्येक राजपूत को अपनी ताकत पर नाज है. नाज होना मीन्स वी आर प्राउड ऑफ आवर ब्रेवरी. इतने बड़े दम्भ को मेवाड़ अपने प्राणों में आश्रय न दे, इसी में उसका कल्याण है. इतने बड़े दम्भ, ഇത്രയും അങ്ങ് പ്രൗഡാവാൻ പാടില്ല നിങ്ങളുടെ രാജാവ് മേവാട്. ഓക്കെ, इतने बड़े दम्भ को मेवाड़ अपने प्राणों में आश्रय न दे, इसी में उसका कल्याण है. ഇത്രയും അഹങ്കാരം മേവാട് വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് അയാൾക്ക് നല്ലത്, അതാണ് നിങ്ങൾക്ക് നല്ലത്. इसी में उसका कल्याण है. रह गई बात एक माला में गूंथने की, सो वह माला तो बनी है. हाँ, उस माला को तोड़ने का श्री गणेश हो गया है. എല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറയുമ്പം രാവഹേമു കരുതുന്ന എന്താണ്? ഇവരുടെ ഒരു സ്ലേവറിയാണ്, ഒരു ഗുലാമിയാണ്. ഇവരെല്ലാവരും ആരുടെ അധീനതയിൽപ്പെട്ടിരിക്കണം? ആരുടെ അടിമത്തം സ്വീകരിക്കണം? മേവാടിൻ്റെ. അപ്പം അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഉസ്കാ ശ്രീ ഗണേഷ്, ഉസ് മാലാക്കോ തോടനെ കാ ശ്രീ ഗണേഷ് ഹോ ഗയാ ഹെ. ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. किंतु अनुशासन का अभाव हमारे देश के टुकड़े किए हुए हैं. അപ്പോൾ അഭയ് സിംഗ് പറയും, പലരും പല പ്രിൻസ്ലി സ്റ്റേറ്റ്സും പല വഴിക്ക് പോയി. അതുകൊണ്ട് എന്താണ്? അനുശാസൻ കാ അഭാവ് ഹെ. ഒരു ഡിസിപ്ലിൻ ഇല്ല നമ്മുടെ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ. ഇങ്ങനെ ഇൻഡിസിപ്ലിനായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ വിദേശി ആക്രമണകാരിക്ക് എളുപ്പമാണ് നമ്മളെ കീഴ്പ്പെടുത്താൻ. പ്രേം കാ അനുശാസൻ മാനനെ കോ ഹാഡാ വംശ് സദാ തയ്യാർ ഹെ, ശക്തി കാ നഹി. അപ്പം രാവഹേമു തൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുകയാണ്. പ്രേം കാ അനുശാസൻ, ഞങ്ങളോട് നിങ്ങൾ സാഹോദര്യത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പെരുമാറുകയാണെങ്കിൽ ആ അനുശാസൻ, ആ ഡിസിപ്ലിനിൽ ഊന്നി നിന്നുകൊണ്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. ശക്തി കാ നഹി, പക്ഷേ നിങ്ങൾ ബലം പ്രയോഗിച്ച് ഞങ്ങളെ നിങ്ങളുടെ അധീനതയിലാക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങൾ ചേർത്ത് നിൽക്കും. मेवाड़ के महाराणा को यदि अपने ही जाति भाइयों पर अपनी तलवार आजमाने की इच्छा हुई है तो उससे उन्हें कोई नहीं रोक सकता है. ഇനി നിങ്ങളുടെ മഹാറാണ, മേവാഡിലെ മഹാറാണ ആരാണ്? ലാഖ. ലാഖായിക്ക് തൻ്റെ സഹോദരങ്ങളോട് തന്നെ ഫൈറ്റ് ചെയ്യണമെന്ന് വല്ല തീവ്ര ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഒക്കില്ല. ബൂന്തി സ്വതന്ത്ര രാജ്യ और स्वतंत्र रहकर वह महाराणाओं का आदर करता रह सकता है. अधीन होकर किसी की सेवा करना वह पसंद नहीं करता. എൻ്റെ രാജ്യം എന്ന് വെച്ചാൽ ബൂന്തി രാജ്യം സ്വതന്ത്ര രാജ്യമാണ്, ഇൻഡിപെൻഡൻ്റ് ആണ് ഞങ്ങൾ. സ്വതന്ത്ര രഹക്കർ വഹ മഹാറാണാവും കാ ആദർ കർ സക്താ ഹെ. ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ മേവാട് അല്ലെങ്കിൽ മഹാറാണ ലാഖയുടെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ
നിങ്ങൾ ബലം പ്രയോഗിച്ച് ഞങ്ങളെ നിങ്ങളുടെ അധീനതയിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അധീൻ ഹോക്കർ കിസി കി സേവ കർണ വഹ പസന്ദ് നഹീ കർത്ത. അടിമപ്പെട്ടിട്ട് ആരെയും സേവിക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളെ അതിന് കിട്ടത്തില്ല. തോ മേ ജാऊं. അപ്പോൾ അഭയ് സിംഗ് മേവാഡിൻ്റെ മഹാറാണ ലാഖയുടെ ഒരു മെസ്സഞ്ചറായിട്ട് വന്നു. പക്ഷേ താൻ ഉദ്ദേശിച്ച കാര്യമൊന്നും ഇവിടെ നടന്നില്ല. താൻ ഏതൊക്കെ രീതിയിൽ രാവ ഹേമുവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചോ അതൊന്നും ഏറ്റില്ല, അതൊന്നും സക്സസ് ആയില്ല. സോ ഫൈനലി അയാൾ പറയാണ് തോ മേ ജാऊं ആപ്കി ഇച്ഛ. ഇപ്പോൾ രാവ് ഹേമു പറയും ആസ് യു വിഷ്. ദോനോ കാ ദോ തരഫ് പ്രസ്ഥാൻ. അതോടെ പ്രഥം ദൃശ്യ തീരുകയാണ്. രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് സീൻ നടന്നത് ബൂന്ദിഗഡിലാണ്. ഗഡ് മീൻസ് ഫോർട്ടാണ്, കോട്ട. ബൂന്ദി രാജാവ് രാവഹേമുവിൻ്റെ കോട്ടയിൽ വന്നിരിക്കുകയായിരുന്നു മഹാറാണ ലാഖയുടെ മെസ്സഞ്ചറായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന സേനാപതി അഭയ് സിംഗ്. വന്ന ഉദ്ദേശം എന്താണ്? ബൂന്ദി രാജാവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. എന്താണ്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ അടിമപ്പെട്ട് ഞങ്ങളുടെ അധീനതയിൽ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരു വലിയ ശക്തിയായിട്ട് മാറും. മറുപടി എന്താണ് കിട്ടിയത്? ബൂന്ദി രാജാവ് രാവഹേമുവും രാജ്പൂത്തായിരുന്നു. അയാളുടെ ഞരമ്പിലും റോയൽ ബ്ലഡാണ്. അയാളും രാജ്പൂത്തായത് കാരണം ആരുടെയും അധീനതയിൽ പെടാനൊന്നും അയാൾ ആഗ്രഹിക്കുന്നില്ല. അയാൾ കാര്യം ക്ലിയറാക്കി, ഞങ്ങൾ പണ്ട് നിങ്ങളുടെ അണ്ടറിലായിരിക്കാം, പക്ഷേ ഇപ്പം ഞങ്ങൾ സ്വതന്ത്ര രാജ്യമാണ്, ഞങ്ങൾ ആരുടെ അടിമത്തം സ്വീകരിക്കുന്നില്ല. പിന്നെ സ്നേഹത്തിൻ്റെ ഭാഷയിലാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ ഗുലാമി ഹമേ കിസി ഭി കീമത്ത് മേ സ്വീകാര്യ നഹീ ഹൈ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഹാവ് എ ലുക്ക് അറ്റ് ദ സെക്കൻഡ് ദൃശ്യം. അപ്പം ഞാൻ മാക്സിമം ഒക്കുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. होप you have understood the background of this one act play. तो हम शीघ्र ही इसके दूसरे दृश्य के साथ हाजिर होंगे. जुड़े रहिए, मस्त रहिए.